സംയുക്ത വാർത്താ സമ്മേളനമാണ് കഴിഞ്ഞത്. സ്ഥിതിഗതികൾ വിശദീകരിക്കുകയായിരുന്നു സേനാംഗങ്ങൾ. യുദ്ധം ചെയ്തത് തീവ്രവാദികളോട് മാത്രമാണ്. പാകിസ്ഥാനി സൈന്യം തീവ്രവാദികളോട് ചേർന്ന് നിൽക്കുന്നു. പാക് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ പ്രധാനമായും ലക്ഷ്യമിട്ടത്. അതിനാൽ പാക് സൈന്യത്തെയും നേരിടേണ്ടി വന്നു. ആക്രമണങ്ങളെ ഇന്ത്യൻ പ്രതിരോധ സേന പ്രതിരോധിച്ചു. ലോങ് റേഞ്ച് റോക്കറ്റുകളും മിസൈലുകളുമാണ് തകർത്തത്. ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ശക്തമായിരുന്നു. ചൈനീസ് നിർമ്മിത മിസൈലുകളും തകർത്തിട്ടുണ്ട്. പാക് വ്യോമതാവളം തകർക്കുന്ന ദൃശ്യങ്ങളും അടക്കം പുറത്തുവിട്ടായിരുന്നു സൈനിക സേനയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നത്. ഇന്ത്യ ഉപയോഗിച്ചത് മൾട്ടി ലെയർ ഡിഫൻസ് സിസ്റ്റമായിരുന്നു. കറാച്ചിയിലും ഇന്ത്യ ആക്രമണം നടത്തി. പോരാട്ടം ഭീകരർക്കെതിരെയായിരുന്നു. കറാച്ചിയിലും ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ട്. കറാച്ചി വ്യോമതാവളത്തിലാണ് ആക്രമണം നടത്തിയത്. പാകിസ്ഥാന്റെ ഏതാണ്ട് എല്ലാ വ്യോമതാവളങ്ങളും തകർത്തു. ഇന്ത്യയുടെ സൈനിക സംവിധാനങ്ങൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജം. ഏത് അടിയന്തര സാഹചര്യം നേരിടാനും സേന സജ്ജമാണ്. പാക് വ്യോമതാവളം തകർക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടായിരുന്നു സംയുക്ത വാർത്താ സമ്മേളനം, സേനയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നത്. സ്ഥിതിഗതികളായിരുന്നു വിശദീകരിച്ചിരുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിലൂടെ യുദ്ധം ചെയ്തത് തീവ്രവാദികളോട് മാത്രമാണെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനി സൈന്യം തീവ്രവാദികളോട് ചേർന്ന് നിൽക്കുന്നു. പാക് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. അതിനാൽ പാക് സൈന്യത്തെയും നേരിടേണ്ടി വന്നു. ആക്രമണങ്ങളെ ഇന്ത്യൻ പ്രതിരോധ സേന പ്രതിരോധിച്ചു. ലോങ് റേഞ്ച് റോക്കറ്റുകളും മിസൈലുകളുമാണ് തകർത്തത്. ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം വളരെ ശക്തമായിരുന്നു. ചൈനീസ് നിർമ്മിത മിസൈലുകളും തകർത്തിട്ടുണ്ട്. പാക് വ്യോമതാവളം തകർക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടായിരുന്നു സംയുക്ത സേനയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നത്. ഇന്ത്യ ഉപയോഗിച്ചത് മൾട്ടി ലെയർ ഡിഫൻസ് സിസ്റ്റമാണ്. കറാച്ചിയിലും ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ട്. കറാച്ചി വ്യോമതാവളത്തിലാണ് ആക്രമണം നടത്തിയത്. പാകിസ്ഥാന്റെ ഏതാണ്ട് എല്ലാ വ്യോമതാവളങ്ങളും തകർത്തു. ഇന്ത്യയുടെ സൈനിക സംവിധാനങ്ങൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണ്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പ്രവർത്തന സജ്ജമാണ് സേന അടക്കമുള്ള കാര്യങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ സംയുക്ത സേന വ്യക്തമാക്കിയിരിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അനുഷ ഭരതൻ ചേരുന്നുണ്ട്. അനുഷ, യുദ്ധം ചെയ്തത് തീവ്രവാദികളോട് മാത്രമാണ്. പാകിസ്ഥാനി സൈന്യം തീവ്രവാദികളോട് ചേർന്ന് നിൽക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ആതിര, വളരെ വ്യക്തമായ ഒരു പ്രസ് ബ്രീഫിംഗ് ആയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സൈനിക നടപടികളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ സൈനിക മേധാവിമാർ പങ്കുവച്ചത്. പ്രധാനമായും ഇന്ത്യ എടുത്തു പറഞ്ഞത് പാക് ഭീകര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഭീകരർക്കെതിരെ മാത്രമാണ് ഇന്ത്യ യുദ്ധം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യം ഭീകരർക്കെതിരെയുള്ള ആക്രമണം തന്നെയായിരുന്നു. അത് തന്നെയാണ് ഇന്ത്യ ചെയ്തതും. പോരാട്ടം ഭീകരർക്കെതിരെ മാത്രമാണ്. അതിനാൽ തന്നെ ഈ പാക് സൈന്യം ഭീകരർക്കൊപ്പം നിൽക്കുന്നു. ആ ഒരു കാരണത്താൽ പാകിസ്ഥാന്റെ സൈനിക വ്യൂഹത്തിന് നേരെയും ആക്രമണം നടത്തേണ്ടി വന്നു എന്നും സൈന്യം ഇപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ചൈനീസ് തുർക്കിഷ് നിർമ്മിത മിസൈലുകളാണ് ഉപയോഗിച്ചത്. ഇതിലൊപ്പം തന്നെ ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വന്ന ആക്രമണങ്ങളെല്ലാം ഈ ചൈനീസ് നിർമ്മിത മിസൈലുകളും ഡ്രോണുകളും ആയിരുന്നു എന്നും ഇന്ത്യ അടിവരയിടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ലോങ് റേഞ്ച് റോക്കറ്റുകളും മിസൈലുകളും ഇന്ത്യ തകർത്തു. ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം വളരെ ശക്തമാണ് എന്നും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് സിസ്റ്റം ആകാശം വളരെ ഫലപ്രദമായി ഇന്ത്യ ഉപയോഗിച്ചു എന്നും സൈനിക പ്രസ് ബ്രീഫിംഗിൽ അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ സൈനിക മേധാവിമാരുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം കറാച്ചിയിൽ ഇന്ത്യ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ചു. ഈ ഓപ്പറേഷൻ സിന്ദൂറിനിടെ നടന്ന ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കറാച്ചി വ്യോമതാവളത്തിൽ ആക്രമണം നടന്നിട്ടുണ്ടോ എന്നതിൽ ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കറാച്ചി വ്യോമതാവളത്തിൽ ആക്രമണം നടത്തി എന്നതാണ്. ഒപ്പം തന്നെ വളരെ വ്യക്തമായി ആക്രമണം ഇനി അങ്ങോട്ടൊരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് ചെറുക്കാൻ സജ്ജമാണ് സൈന്യമെന്നും ശത്രുരാജ്യങ്ങളുടെ ആക്രമണം തിരിച്ചറിയാനും തിരിച്ചടിക്കാനും സേന സജ്ജമാണ്. ഒപ്പം ഭാവിയിലെ ഏത് പ്രകോപനത്തെയും ഇന്ത്യ നേരിടുമെന്നും സൈനിക മേധാവിമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ഇവർ ആവർത്തിച്ചുകൊണ്ടേയിരുന്ന ഒരു കാര്യം ഇന്ത്യയുടെ യുദ്ധം ഭീകരതയ്ക്ക് നേരെയാണ്. ആ ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഭീകരരെ പിന്തുണച്ച പാകിസ്ഥാൻ സൈന്യത്തെയും ഇന്ത്യക്ക് നേരിടേണ്ടി വന്നു എന്നും ഇതിൽ നിലവിൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ആതിര, ഓപ്പറേഷൻ സിന്ദൂരിലൂടെ സേനയുടെ വാർത്താ സമ്മേളനമാണ് പ്രേക്ഷകർ കണ്ടിരുന്നത്. സ്ഥിതിഗതികൾ വിശദീകരിക്കുകയായിരുന്നു സേന. യുദ്ധം ചെയ്തത് തീവ്രവാദികളോട് മാത്രമാണ്.
പാകിസ്ഥാനി സൈന്യം തീവ്രവാദികളോട് ചേർന്ന് നിൽക്കുന്നു. പാക് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ പ്രധാനമായും ലക്ഷ്യമിട്ടത്. അതിനാൽ പാക് സൈന്യത്തെയും നേരിടേണ്ടി വന്നു. ആക്രമണങ്ങളെ ഇന്ത്യൻ പ്രതിരോധ സേന പ്രതിരോധിച്ചു. ലോങ് റേഞ്ച് റോക്കറ്റുകളും മിസൈലുകളും തകർത്തു. ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ശക്തമായിരുന്നു. ചൈനീസ് നിർമ്മിത മിസൈലുകളും തകർത്തു. പാക് വ്യോമതാവളം തകർക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടായിരുന്നു വാർത്താ സമ്മേളനം. ഇന്ത്യ ഉപയോഗിച്ചത് മൾട്ടി ലെയർ ഡിഫൻസ് സിസ്റ്റം ആയിരുന്നു. കറാച്ചിയിലും ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ട്. കറാച്ചി വ്യോമതാവളത്തിലാണ് ആക്രമണം നടത്തിയത്. പാകിസ്ഥാന്റെ ഏതാണ്ട് എല്ലാ വ്യോമതാവളങ്ങളും തകർത്തു. ഇന്ത്യയുടെ സൈനിക സംവിധാനങ്ങൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണ്. ഏത് അടിയന്തര സാഹചര്യം നേരിടാൻ സേന തയ്യാറാണെന്നടക്കമുള്ള കാര്യങ്ങളാണ് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സൈനിക വക്താക്കൾ പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചാ വിഷയമാക്കാൻ ഒരുങ്ങി BJP. ഇതാദ്യമായാണ് വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം BJP പ്രതികരിക്കുന്നത്. സാധാരണക്കാരും ഇന്ത്യയുടെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടിട്ടില്ലെന്നും BJP പ്രതികരിച്ചു. കനത്ത നാശമാണ് ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിൽ വിതച്ചത്. തിരിച്ചടിയിൽ 50 പാക് സൈനികർ കൊല്ലപ്പെട്ടതായും BJP പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്